ഇപ്പം നമ്മൾ പഞ്ചഭൂത ക്ഷേത്രങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പം അതേപോലെ തന്നെ ഓരോ ഈ എലമെൻറ്റ്സ്, ഓരോ ഭൂതവും ഒരു സ്പെസിഫിക് ജിയോഗ്രഫി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു, അതായത് ഭൂമിയിലെ ചില സ്ഥലങ്ങൾ അവിടെ ആ എലമെൻ്റൽ ബിഹേവിയർ ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുക. ചിലയിടങ്ങൾ ഇപ്പോൾ വരണ്ട സ്ഥലങ്ങൾ, മരുപ്രദേശങ്ങളിൽ അഗ്നിക്കാണ് കൂടുതലായിട്ടുണ്ടാവുക. ഡ്രൈ ലാൻഡുകളിലൊക്കെ അഗ്നിയുടെ എലമെൻറ്റിന് കൂടുതലായിരിക്കും. ആകാശവും അഗ്നിയാണ്, കാരണം വിശാലത, സ്പേസും ഉണ്ട്, വായു ഉണ്ടാവും, എപ്പോഴും കോമ്പിനേഷൻസിലാണ് ഉണ്ടാവുക. പക്ഷേ ആ പ്രദേശത്തിൻ്റെ കോറ് നിശ്ചയിക്കുന്ന ഒരു എലമെൻറ്റും ഉണ്ടാവും. ഇപ്പം മരുപ്രദേശങ്ങൾക്കിപ്പോൾ അഗ്നിയാണ്. ചതുപ്പുകൾക്ക്, ജലത്തിൻ്റെ വലിയ വലിയ ബോഡികളിൽ ജലത്തിൻ്റെ എലമെൻറ്റിനായിരിക്കും കൂടെ. അവിടെയും ആകാശവും വായുവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ജലം ചൂട് പിടിക്കുന്നുണ്ട്, സൂര്യ വെളിച്ചം തട്ടിയിട്ട്. അപ്പോൾ അഗ്നിയുടെ എലമെൻ്റ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ് വലിയ പാറക്കെട്ടുകൾ, ഭൂമിയുടെ എലമെൻറ്റാണ് കൂടുതലുണ്ടാവുക. ഒന്നുമല്ലാത്ത ശൂന്യതകൾ. ഇപ്പം ഞാൻ പറഞ്ഞത് വലിയ മാസീവായിട്ടുള്ള ഗുഹകൾ, അല്ലെങ്കിൽ ഓപ്പണായിട്ടുള്ള ബാരനായിട്ടുള്ള ഒരു ചെടി പോലും ഇല്ലാത്ത ലാൻഡ് കിടക്കണതിൽ നമുക്ക് ഇപ്പോൾ ഭൂമിയുടെ ഈ മരുഭൂമിയുടെ പോലുള്ള വലിയ ഇമ്പോസിങ് സ്ട്രക്ചേഴ്സ് അല്ലാണ്ട് സ്പേസ് മാത്രം ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെ ആകാശത്തിന് വലിയ പ്രാധാന്യം വരും. സമുദ്രം അങ്ങനൊരു സ്ഥലമാണ്. സമുദ്രത്തിൽ ജലാംശവും ജലത്തിൻ്റെ തത്വവും ആകാശതത്വത്തിനും വളരെയധികം കൂടുതലും, കാറ്റിനും നല്ല ബലമുള്ള സ്ഥലമാണ്. മനസ്സിലായില്ലേ? പർവ്വതങ്ങളിൽ ഭൂമിതത്വം കൂടി നിൽക്കും. ഗുഹകളിലും ഭൂമിതത്വവും ആകാശതത്വവും കൂടി നിൽക്കും. ചിലയിടങ്ങളിൽ നനവുള്ള സ്ഥലങ്ങളിൽ ജലതത്വം ഉണ്ടാവും. അപ്പോൾ ഈ എവിടെയാണോ ഒരു പർട്ടിക്കുലർ തത്വത്തിന് കൂടുതൽ ഇഫക്റ്റ് ഉള്ളത് അതിനനുസരിച്ചിട്ട് അതിനെ ഡൈഫൈ ചെയ്തിട്ട് മൂർത്തിവൽക്കരിച്ചിട്ട് പ്രതിഷ്ഠിക്കാറുണ്ട്. ഇപ്പോൾ ഏകാംബരനാഥ ക്ഷേത്രത്തിൽ കാഞ്ചിയുടെ ആ പ്രദേശം വളരെ ബാരനാണ്, എന്നാൽ ഭയങ്കര പാറയും ഭയങ്കര സോളിഡ് മണ്ണിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ അവിടെ വളരെയധികം ഉണ്ട്. ജംബുകേശ്വരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവലിംഗം ഇരിക്കണതിൻ്റെ അത് നമ്മൾ കുനിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ അവിടെ എപ്പോഴും വെള്ളമാണ്, അവിടെ ഒരു ഉറവയുണ്ട്. തിരുവണ്ണാമലയ്ക്ക് പൊതുവിൽ അഗ്നി സ്വഭാവം കൂടുതലാണ്. അവിടെ ഒരു എന്താ പറയുക, പ്രകാശത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും അഗ്നിയുടെയും ഒരു വിളക്കുകൾക്കും ഒക്കെ ഒരു പ്രാധാന്യം വരുന്നുണ്ട്. ജംബുകേശ്വരത്തല്ല, ഇവിടെ കാലഹസ്തിയിൽ ശ്രീകോവിൽ അടച്ചിട്ടാ, ഒരു വാതായനങ്ങളോ പാളിയോ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ സദാ വിളക്കുകൾ ഇങ്ങനെ എന്തോ ഒരു കാറ്റിൽ ഇളകണ മാതിരി ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ കാറ്റ് എവിടുന്നാ വരണം നമുക്ക് അറിയില്ല, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അതാ ശിവലിംഗത്തിൽ നിന്നാണ് എമനേറ്റ് ചെയ്യുന്നത് ആ എലമെൻറ്റ്. ചിദംബരത്ത് മഹാമൗനമാണ്, ആകാശമായതുകൊണ്ട് ഇൻഫിനിറ്റിയാണ്. ആണ് ചിദംബര രഹസ്യം. അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ അതാത് സ്ഥലത്ത് ആ പ്രദേശങ്ങളുടെ ക്വാളിറ്റീസ് വെച്ചിട്ട് തന്നെയാണ് ഈ പ്രതിഷ്ഠകൾ ഉണ്ടായിട്ടുള്ളത്. ഇത് ലോകത്തിലെ ഏത് ഭാഗത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ഡെസേർട്ട്, സീ സൈഡ്, അല്ലെങ്കിൽ ഓഷ്യൻ, മൗണ്ടൻസ്, പ്ലെയിൻസ്, സ്റ്റെപ്പീസ് എന്നൊക്കെ പറയില്ലേ നമ്മൾ, ഓരോ സ്ഥലങ്ങൾ, ഓരോന്നിനും അവിടുത്തെ ഭൂപ്രകൃതിയിലെ പ്രിഡോമിനൻ്റ് എലമെൻ്റാണ് അവിടുത്തെ ജീവിത രീതിയെ, ഭാഷയെ, ഭക്ഷണത്തിനെ ഒക്കെ നിയന്ത്രിക്കുന്നുണ്ടാവുക. ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ശരീരത്തിന് തണുപ്പുള്ള ഭക്ഷണം കഴിക്കണം. ഭാഷയ്ക്ക് അതിനനുസരിച്ച് ചില പ്രത്യേകതകളുണ്ടാവും. വിശാലമായിട്ടുള്ള ടോപ്പിക്കുകളാണ്, പറയാമെന്നറിയുന്നുണ്ട്. പ്രകൃതിയാണ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്. ഒരു പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലേ, നമ്മുടെ പ്രദേശങ്ങളിൽ കിട്ടണ അതാത് സീസണിൽ കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നു. അവിടുത്തെ ആ പ്രദേശത്തുള്ളവർക്കൊരു ഭാഷാരീതി ഉണ്ടാവും, അവരുടെ വസ്ത്രധാരണ രീതി ഉണ്ടാവും. ഇന്നാണ് എല്ലാം അവിയലായത്. ഇന്നിപ്പോൾ എന്തും എവിടെയും കിട്ടുന്നായി. അപ്പോൾ ഈ പ്രകൃതിയാണ് ഈ നിശ്ചയിക്കണമെന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു പഞ്ചഭൂതങ്ങളാണ് നിശ്ചയിക്കുന്നത്. മഴ നല്ലോണം കിട്ടുന്ന സ്ഥലത്ത് ജലത്തിൻ്റെ തത്വം പ്രിഡോമിനൻ്റ് ആയിരിക്കും. മരുപ്രദേശമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് അഗ്നിയുടെ തത്വം കൂടുതലായിരിക്കും. സദാ കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വായുവിൻ്റെ തത്വം കൂടുതലായിരിക്കും, അല്ലേ? അതേപോലെ എലമെൻറ്റുകളാണ് ഭൂപ്രകൃതിയെ നിശ്ചയിക്കണം.
ഭൂപ്രകൃതി. റൈറ്റ്. അതെ, പ്രകൃതിച്ച പ്രകർഷേണയുള്ള കൃതി, ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള സൃഷ്ടി, ഏറ്റവും അടിസ്ഥാനമായിട്ട് എല്ലാ സൃഷ്ടികളുടെയും ഫണ്ടമെൻ്റൽ സൃഷ്ടിച്ച എന്താ? ഈ 5 എലമെൻറ്റുകളുടെ പെർമിറ്റേഷൻ കോമ്പിനേഷനാണ് സൃഷ്ടി. അതുകൊണ്ടാണ് പ്രപഞ്ചം ഈസിക്വൽ പ്രകൃതിയാവുന്നത്. ഇതെല്ലാറ്റിനും ഈ 5 ഭൂതങ്ങളുടെയും അന്തര്യാമിയായിരുന്നിട്ട് ആ എലമെൻറ്റുകൾ, ആ ഭൂതങ്ങളുടെ അടിസ്ഥാന സ്വഭാവത്തിന് മിഴിവുണ്ടാക്കി കൊണ്ടുവന്ന് അവറ്റകളെ പ്രവർത്തിപ്പിക്കുകയും ഉയർത്തേണ്ട അവിടെ ഉയർത്തുകയും താഴ്ത്തേണ്ട അവിടെ താഴ്ത്തുകയും ചെയ്യുന്ന ശക്തിയാണ് പരാശക്തി, മായ എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിനെ നിലനിർത്തി കൊണ്ടുവന്ന ശക്തിയായാൽ അത് വൈഷ്ണവ ശക്തി. നിലനിർത്തി കൊണ്ടുപോകുന്ന സ്ഥിതികാരകം. അതിനെ സൃഷ്ടിക്കണ ശക്തി ബ്രാഹ്മി ശക്തി. ഈ പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള സൃഷ്ടികളെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിനെ മുഴുവൻ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടതിനെ മുഴുവൻ പഞ്ചഭൂതങ്ങളാക്കി മാറ്റുന്ന ശക്തി രുദ്രശക്തി. ഇപ്പം ത്രിമൂർത്തി കൺസെപ്റ്റും ദേവിയും വരെയും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നു. അതാത് എലമെൻറ്റുകൾ വർക്ക് ചെയ്യണ സ്വമേധ അവരുടെ ആന്തരിക ശക്തി ദേവി, അവയെ ഉപയോഗിച്ചുകൊണ്ട് പുതിയത് സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ്. അതിനെ സൃഷ്ടിച്ചതിനെ ആ പഞ്ചഭൂത ഘടന വിടാണ്ട് നിലനിർത്തി കൊണ്ടുപോകുന്നത് വൈഷ്ണവം. അതിനെ വീണ്ടും വിഘടിപ്പിച്ച് പഞ്ചഭൂതങ്ങളാക്കി റോ മെറ്റീരിയലാക്കി മാറ്റുന്നത് ശൈവം, മഹാദേവൻ്റെ. അതുകൊണ്ട് പഞ്ചഭൂതങ്ങളെ മറന്നിട്ടുള്ളൊരു കളി നടക്കില്ല. അതില്ലാണ്ട് പ്രപഞ്ചം ഇല്ല. നമ്മൾ ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വിഷയമൊന്നുമല്ല. സയൻസ് ആക്സെപ്റ്റ് ചെയ്തോ മോഡേൺ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്തോ എന്നുള്ളത് ആ 5 ബിഹേവിയറുകളാണ് പ്രപഞ്ചത്തിനെ നിലനിർത്തി കൊണ്ടുപോകണം. പ്രപഞ്ചത്തിന് പഠിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഈവൻ മോഡേൺ കൺസെപ്റ്റിൽ അതിൻ്റെ ബിഹേവിയറൽ സ്റ്റഡി നടത്തിയാൽ യു വിൽ എൻഡ് അപ്പ് സീയിങ് ദീസ് 5 ബിഹേവിയേഴ്സ് ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത്. ഒരു പ്രാക്ടിക്കൽ യൂസ് കേസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഒരാൾക്ക് നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാനത് കുറച്ചും കൂടെ ഒന്ന് സ്പെസിഫിക് ആക്കാൻ വേണ്ടി ചോദിക്കാം. ഒരാൾക്ക് ഇത് ബാലൻസ് ചെയ്യാനായിട്ട് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ്റെ ഉത്തരം നേരത്തെ പറഞ്ഞായിരുന്നു. ചിട്ടയോടെ ഉള്ളൊരു ലൈഫ് എന്ന് പറഞ്ഞിരുന്നത്. അതിനെ കുറച്ചും കൂടെ നമുക്കൊരു റെഗുലർ ഒരു ഡെയിലി മുണ്ടൈൻ ലൈഫിൽ റെഗുലർ റുട്ടീൻ ആക്കാനായിട്ട് എന്തിൽ നിന്നായിരിക്കണം ആദ്യം തുടങ്ങേണ്ടത്? ആദ്യം അവനവനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക, സാക്ഷ്യഭാവം വളർത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ കുറവുകൾ മനസ്സിലാവുക, നമ്മുടെ സാധ്യതകൾ മനസ്സിലാവുക. പോസിബിലിറ്റീസും അറിയണം, ലിമിറ്റേഷൻസും അറിയണം, സ്ട്രെങ്ത്സും അറിയണം, വീക്ക്നെസ്സും അറിയണം. എന്നിട്ട് അതിനെ ഈ എലമെൻറ്റുകളിലേക്ക് റെഡ്യൂസ് ചെയ്യണം. ഭൂതശുദ്ധീകരണം ചെയ്യണ വരി ഗ്രോസ് ബോഡിയെ നമ്മൾ ആ 5 എലമെൻറ്റുകളാക്കി കാണാൻ പഠിക്കണം. എൻ്റെ ഇന്ന ബിഹേവിയറിൽ ഏത് എലമെൻറ്റിൻ്റെ ബിഹേവിയർ ആയിരുന്നു കൂടുതൽ, ഏതായിരുന്നു കുറവ്, എപ്പോഴാണ് എനിക്ക് ഉത്സാഹമുണ്ടായിരുന്നത്, എപ്പോഴാണ് എനിക്ക് മടി വരുന്നത് എന്നുള്ളതിനെ നമുക്ക് ഭൂതങ്ങളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ കുറവാണെന്ന് അറിയാൻ പറ്റും. എന്തിൻ്റെ കുറവാണെന്ന് അറിഞ്ഞാൽ അതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യേണ്ട കാര്യം ചെയ്താൽ മതി. അതിൻ്റെ ആ ഡെഫിഷ്യൻസി മാറ്റേണ്ട ജോലി ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. സിമ്പിൾ ഫോർമുലയാണ്. ഒബ്സർവ്, നോട്ട് ഡൗൺ ആൻഡ് ദെൻ ഇംപ്ലിമെൻറ്റ്. അത് ചെയ്താൽ മതി. ശരത്തേട്ടൻ തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു, ആദ്യം സെൽഫ് ഒബ്സർവ് ചെയ്തിട്ട് ഒരു ഓഡിറ്റ് നടത്താനായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് സെൽഫ് ഓഡിറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങുന്ന ആൾക്കാർക്ക് ആ ഓഡിറ്റ് വലുതായിരിക്കും. കാരണം ഇത്രയും വർഷത്തെ ജീവിതം മുഴുവൻ ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ എടുത്തിട്ട് എഴുതി തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ വൺസ് അത് സെറ്റായി കഴിഞ്ഞാൽ ഡെയിലി ഓഡിറ്റോ വീക്ക്ലി ഓഡിറ്റോ മന്ത്ലി ഓഡിറ്റോ അല്ലെങ്കിൽ ഒരു ഇയർലി ഓഡിറ്റെങ്കിലും ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം വരും. ഭക്ഷണം ഞാൻ ഇപ്പോൾ പറയാൻ വരിക ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഭൂതങ്ങളെ. തീർച്ചയായിട്ടും പഞ്ചഭൂതങ്ങളെ ഭക്ഷിക്കുന്നതാണല്ലോ ഭക്ഷണം. പഞ്ചഭൂതങ്ങൾ അതിൻ്റെ സെൽഫ് നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ട് പഞ്ചഭൂതങ്ങളെ തന്നെ ഭക്ഷിക്കുക. എന്നിൽ ജലം കുറയുമ്പോൾ ജലം ഞാൻ കഴിക്കുന്നു, എന്നിൽ അഗ്നി കുറയുമ്പോൾ അഗ്നി സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, എന്നിൽ ആകാശം കുറയുമ്പോൾ ആകാശ സ്വഭാവമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു. ഭക്ഷണങ്ങൾക്കും സ്വഭാവങ്ങളുണ്ട്, അതിലും ബിഹേവിയർ ഉണ്ട്. അപ്പോൾ അതിലുള്ള ബിഹേവിയറിനെ നമ്മളുടെ ബിഹേവിയറിലേക്ക് സ്വാംശീകരിച്ചിട്ട് ഇവിടുത്തെ ഡെഫിഷ്യൻസികൾ കറക്റ്റ് ചെയ്യുന്നതിനാണ് ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ന ദേവതയ്ക്ക് ഇന്ന നേദ്യം എന്ന് പറഞ്ഞ മാതിരിയാണല്ലോ നമുക്ക്. ഇപ്പം നമുക്ക് ക്ഷീണം വന്നു, നിങ്ങൾ മട്ടൺ സൂപ്പ് കുടിക്കുന്നു പറഞ്ഞു, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ആണെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു. എന്താ അത്?
ഇവിടെ കുറവുള്ളൊരു ഭൂതത്തിനെ അവിടെ ഉള്ള ഭൂതത്തിൽ നിന്ന് കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്ത് ഏതാണോ കുറവ് അതിനെ നമ്മൾ മുളക് ചേർക്കുന്നതും കുരുമുളക് ചേർക്കുന്നതും ഉപ്പ് ചേർക്കുന്നതും പുളി ചേർക്കുന്നതും ഒക്കെ പഞ്ചഭൂതാത്മകമാണ്. ഉപ്പിലും മുളകിലും പുളിയിലും ഒക്കെ പഞ്ചഭൂതങ്ങളുടെ സ്വാധീനമാണുള്ളത്. ഇപ്പോൾ ഉപ്പ് എരിവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി സ്വഭാവം കൂടുതലാണ്. ഓക്കെ, അഗ്നി സ്വഭാവമാണ്. ഉപ്പ് അഗ്നി സ്വഭാവമുണ്ട്. പഞ്ചസാരയ്ക്ക് അഗ്നി സ്വഭാവം കൂടുതലാണ്, ദഹനം കൂട്ടും. അതുകൊണ്ട് ഫുഡ് കഴിച്ചതിന് ഒരു സ്വീറ്റ് കഴിക്കുന്നത്. പഞ്ചസാര കൂട്ടി ഹോമിച്ച് കഴിഞ്ഞാൽ പൊടി പോലും കാണില്ല. എന്തിനാ ഡെഡ് ബോഡിയൊക്കെ ക്രിമിനൽസ് പഞ്ചസാര ഇട്ട് കത്തിക്കുന്നു, പൊടി പോലും ഉണ്ടാവില്ല, എല്ല് പോലും കത്തിക്കും. അതുകൊണ്ടൊക്കെ പോകും. അപ്പം അതേപോലെ അതിൻ്റെ ദീപന സ്വഭാവം കൂടുതലാണ്, കത്തിയ അഗ്നി സ്വഭാവം കൂടുതലാണ്. ക്യാരക്ടറിൻ്റെ ഡിഫറൻസ് അല്ലേ, സ്വീറ്റ് ആണ് പക്ഷേ ബേണിയും അപ്പുറത്ത് അതിൻ്റെ കോർ സ്ട്രെങ്ത് വേറെയാണ്. അപ്പം അതുപോലെ ഭക്ഷണത്തിനും ഭൂതസ്വഭാവമുണ്ട്. അപ്പോൾ എന്ത് ഭൂതസ്വഭാവമാണോ കുറവ്, ആ ഭൂതസ്വഭാവത്തിനെ ബാലൻസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ പുറത്ത് ഗുണം കിട്ടും. വായു വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ, വായു കുറവാണെങ്കിൽ അഗ്നി കുറവാണെങ്കിൽ അഗ്നിയെ ബാലൻസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ ജലം കുറവാണെങ്കിൽ ജലത്തെ ബാലൻസ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ, ആകാശത്തിനെ പൃഥ്വിതത്വത്തിനാണെങ്കിൽ പൃഥ്വിതത്വം ബാലൻസ് ചെയ്യുന്ന ഭക്ഷണം. ഇപ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പൃഥ്വിതത്വത്തിനെ ബാലൻസ് ചെയ്യും. ചേന, ചേമ്പ്, സ്വീറ്റ് പൊട്ടാറ്റോ, റൂട്ടഡ് ആയിട്ടുള്ളതൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. അപ്പം അതുപോലെ ഭക്ഷണം അതൊരു വലിയ വിശദമായിട്ടുള്ള വലിയൊരു ശാഖയാണ്. നമുക്കൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞു തീരില്ല ഭക്ഷണത്തിൻ്റെ ഒരു ഭൂതശാസ്ത്രം. ആയുർവേദം അത് വളരെയധികം ചേർന്ന പോണം. അതുകൊണ്ടാണ് ആയുർവേദത്തിന് ഇത്രയ്ക്കും ഒരു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിസ്റ്റം ആകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പഞ്ചഭൂത കോൺസെപ്റ്റ് നമ്മൾ കാണുന്നതും നമ്മളുടെ ഉള്ളിലും നമ്മൾ കാണുന്ന എല്ലായാലും നമുക്ക് എല്ലാ സെൻസസും തരുന്ന ഒരു ഇതാണല്ലോ. പക്ഷെ അത് ഈ ബോധത്തിലും ഈ പറഞ്ഞ പഞ്ചഭൂത കോൺസെപ്റ്റ്സ് ഉണ്ടോ? ഇല്ല, ശുദ്ധബോധം ഇതിന് അതീതമാണല്ലോ. അതുകൊണ്ടാണല്ലോ കാലദേശാവധിഭ്യ എന്ന് പറയണത്. നമ്മൾ ബോധം എന്നാൽ നമ്മൾ പറഞ്ഞ മാതിരി ബോധം കെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സോ മടങ്ങിപ്പോണേനാണ് നമ്മൾ ഈ ബോധം കെട്ടു എന്ന് നാടൻ ഭാഷയിൽ പറയണത്. പക്ഷെ ബോധം ഒരിക്കലും കെടുന്നില്ല. ഉണർന്നാലും ഉറങ്ങിയാലും പ്രപഞ്ചത്തിനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജീവനില്ലാത്ത വസ്തുവിൽ പോലും ബോധമുണ്ട്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അത് വികസിക്കുന്നതുകൊണ്ട് അതിനെ ബ്രഹ്മം എന്ന് പറയും. അതിനെ തന്നെ ഒരു ശാക്തേയൻ ലളിത എന്ന് പറയും, അല്ലെങ്കിൽ പരാശക്തി എന്ന് പറയും, വൈഷ്ണവൻ നാരായണൻ എന്ന് പറയും, സദാശിവൻ അല്ലെങ്കിൽ പരമേശ്വരൻ എന്നൊക്കെ ശൈവൻ പറയും, താരകബ്രഹ്മം എന്ന് അയ്യപ്പൻ്റെ ഭക്തൻ പറയുണ്ടാവും, മഹാഗണപതി എന്ന് ഗണപതിയുടെ ഭക്തൻ പറയും. പക്ഷേ അത് ബോധവസ്തുവാണ്. ശുദ്ധബോധ വസ്തുവിൽ ഒരിക്കലും പഞ്ചഭൂതങ്ങളുടെ സ്പർശമില്ല. അവിടെ മായാസ്പർശം വരില്ല ആ ബ്രഹ്മത്തിലെന്ന് പറഞ്ഞത്. അത് വേദാന്തത്തിൻ്റെ കണ്ണിൽ വരുമ്പോൾ അങ്ങനെ. ബോധത്തിൽ പഞ്ചഭൂതങ്ങൾക്ക് ഒരു റോളും ഇല്ല. ബോധത്തിൽ നിന്ന് സൃഷ്ടി സംഭവിക്കുമ്പോൾ സൃഷ്ടിയിൽ പഞ്ചഭൂതങ്ങൾ അവിടെയാണ് തുടങ്ങണം. അവിടെ സൃഷ്ടി എങ്ങനെ ബിഹേവ് ചെയ്യണു എന്നുള്ളതിൻ്റെ 5 ഫണ്ടമെൻ്റൽ ടൈപ്പ് ബിഹേവിയറുകളിൽ പഞ്ചഭൂതം. ബോധത്തിന് ബിഹേവിയർ ഇല്ലല്ലോ. എല്ലാ ബിഹേവിയറുകളും അവസാനിക്കുന്ന സ്ഥലമല്ലേ ബോധം. എല്ലാ സംശയങ്ങളും അവസാനിക്കുന്ന സ്ഥലമാണ് വൈകുണ്ഠം. എല്ലാ കുണ്ഠതകളും അവസാനിക്കുമ്പോൾ വൈകുണ്ഠം. എല്ലാ ബോധവും എല്ലാ സംശയങ്ങളും അവസാനിക്കുമ്പോൾ അത് ബോധവും. ബോധം പ്രകാശിക്കുക എന്നാണ് പറയുക. എല്ലാ ഇതും പോയി കിടക്കും. അപ്പോൾ പഞ്ചഭൂതങ്ങളെ മുഴുവൻ മറികടന്നിട്ട് തന്നെയാണ് പ്രപഞ്ചമായ നമ്മൾ മറികടക്കണത്. പഞ്ചഭൂതങ്ങളുടെ സ്വഭാവം, ഭൂതസ്വഭാവത്തിനെ മറികടക്കുമ്പോഴാണ് നമ്മുടെ ആക്ച്വൽ സെൽഫ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഈ ആവരണത്തിൽ പൊതിഞ്ഞപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഭൂതങ്ങളെ ബിഹേവിയറിനെ മനസ്സിലാക്കണം. എന്തിനാ പ്രപഞ്ച ബിഹേവിയറിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്? എന്തിനാ? ഇതിൻ്റെ ഉള്ളിലിരിക്കണം എന്താണെന്നറിയാനാ. അതിന് ഇതുമായിട്ട് യാതൊരു ഭാഗത്തുമില്ല. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ എല്ലാറ്റിലും പ്രവേശിച്ചിരിക്കുന്നു, പക്ഷെ അതൊന്നും ഞാനല്ലാന്ന്. എല്ലാറ്റിനകത്തും ഈ ഭൂതാദി ബിഹേവിയറുകളായിട്ടിരിക്കുന്നത് അദ്ദേഹമാണ്. ആ ഭൂതങ്ങളുടെ ഗുണങ്ങളായിട്ടുള്ള ശബ്ദരസ രൂപരസ ഗന്ധാദികളൊക്കെ ആയിട്ടിരിക്കുന്നത് അദ്ദേഹമാണ്, അല്ലെങ്കിൽ ഭഗവത് ദേവിയാണ്. പക്ഷെ അതല്ല, താനതല്ല എന്ന് പറഞ്ഞതാണ്. അയ്യപ്പൻ്റെ ബുധ പറഞ്ഞപ്പോൾ താരകബ്രഹ്മ അത് മാത്രം ഞാൻ കേട്ടിട്ടില്ല. താരകബ്രഹ്മം എന്ന് പറയും ഭഗവാനെ.
ശാസ്താവിൻ്റെ സങ്കല്പത്തിൽ പറഞ്ഞത്. ഓക്കെ. ഈ മറ്റേ ആത്മീയ വളർച്ച നമുക്ക് അത് പറയുന്നത് ഈ ഭൂതങ്ങളുടെ ബാലൻസ് ചെയ്യൽ ആണോ, അതോ അതിൽ നിന്ന് നമുക്ക് മറ്റേ മോക്ഷം ലഭിക്കും, മുക്തി നേടലാണോ? ഭൂതങ്ങളുടെ സൈക്കിൾ നമ്മൾ പുറത്ത് കിടക്കലാണ് യഥാർത്ഥ. അത് ഭൂതങ്ങളുടെ സൈക്കിളിൽ നിന്ന് പുറത്ത് കിടക്കുക പറഞ്ഞാൽ നമുക്കൊരിക്കലും ഭൂതങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിച്ചിരിക്കാൻ പറ്റില്ല. ജീവൻ മുക്താവസ്ഥ എന്ന് പറഞ്ഞാൽ അവയിൽ ബന്ധിതമാവാതിരിക്കുക, അവ തരുന്ന ഗുണങ്ങളിൽ കുടുങ്ങാതിരിക്കുക, അതിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ പെടാതിരിക്കുക. ചൂട്, തണുപ്പ്, അഗ്നിയുടേതാണ് അത് രണ്ടെണ്ണം. ശബ്ദമില്ലായ്മ, മൗനം, ബഹളം. ഇതിലേതിലേക്കെങ്കിലും ഒന്ന് മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരുന്ന ചലനമില്ലായ്മ, വായുവിൻ്റെ ഒഴുക്കില്ലായ്മ, സ്ഥിരതയില്ലായ്മ, ഇത് ഭൂമിയുടെ ഇതൊക്കെ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് സൈഡിലേക്ക് മനസ്സ് അല്ലെങ്കിൽ ബിഹേവിയർ ചാഞ്ചാടിക്കൊണ്ടിരുന്നാൽ നമ്മൾ മായല. എന്നാൽ രണ്ടും ബാധിക്കാണ്ട് ഒട്ടാണ്ട് താമരയുടെ മുകളിൽ വെള്ളം നിൽക്കണ മാതിരി നനയാണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് നടക്കണമുണ്ട്, എന്നാൽ അതിൽ ഒട്ടിയിട്ടുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂതങ്ങൾ ബാലൻസ്ഡായി. അപ്പോൾ അത് മോക്ഷമാണ്. പക്ഷെ പഞ്ചഭൂതങ്ങളല്ല മോക്ഷത്തിനെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ സാക്ഷാത്കാരത്തിലേക്കുള്ള പാത, ആധ്യാത്മികമായിട്ടുള്ള എക്സസൈസസ്, ഭൂതങ്ങളോടുള്ള നമ്മളാകുന്ന ഭൂതങ്ങളോടുള്ള നമ്മുടെ തന്നെ എന്താ പറയുക, ആ ഇൻട്രാക്ഷൻ്റെ സ്ട്രക്ചർ മാറ്റിവിടും. നമ്മൾ അറ്റാച്ച്ഡാവില്ല. എല്ലാ വസ്തുവും പഞ്ചഭൂതങ്ങളെ കൊണ്ട്, ആ ബിഹേവിയറുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് എന്തിനോടും അറ്റാച്ച്മെൻറ്റ് വന്നാൽ അത് സ്പിരിച്വലല്ല. അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടായാൽ അത് സ്പിരിച്വലാണ്. വെറുപ്പ് പോലും അറ്റാച്ച്മെൻ്റാണ്. സ്നേഹം മാത്രമല്ല, അല്ലെങ്കിൽ ഇഷ്ടം മാത്രമല്ല, അനിഷ്ടവും അറ്റാച്ച്മെൻ്റാണ്. അപ്പോൾ ഭൂതസ്വഭാവത്തിനോട്, പ്രപഞ്ചത്തിലെ എന്ത് കാര്യത്തിനോടും നമുക്ക് അനിഷ്ടമാണല്ലോ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. അതല്ലാതെ അതിലും അപ്പുറത്തേക്ക് അതിക്രമിച്ച് കിടക്കുമ്പോൾ വാട്ട് എവർ ഹാപ്പൻസ് ആ തലത്തിലേക്ക് മാറുമ്പോൾ ഭൂതങ്ങളുടെ സ്വഭാവങ്ങളെ അതിക്രമിക്കണം. അതുകൊണ്ടാണ് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് നമ്മൾ വട്ടതിരി എഴുതി വയ്ക്കണത്. ഞാൻ നാരായണി എടുക്കണമെന്ന് വെച്ചാൽ ആൾക്കാർക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഉപനിഷത്തുകളോ അല്ലെങ്കിൽ വേറെയൊക്കെ എടുത്ത ഇതിൻ്റെയൊക്കെ മൂലപ്രമാണങ്ങൾ ധാരാളമുണ്ട്. ഇതിപ്പോൾ ഒരു പഞ്ചഭൂതങ്ങളെക്കുറിച്ചുള്ള പോഡ്കാസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ അതിന് ഇങ്ങനെ പറയണത്. ഈ റെസിലിയൻ മൈൻഡ് ഉള്ളവരൊക്കെ അപ്പോൾ പ്രോപ്പർലി ബാലൻസ്ഡ് ഉള്ള ആൾക്കാരായിരിക്കും, അതോ ജസ്റ്റ് അവർ കാണിക്കുന്നതായിരിക്കും? അതായത് ഒരു പർട്ടിക്കുലർ പറയാൻ പറ്റില്ല, പക്ഷെ എൻ്റെ ഒരു ഡൗട്ട് പെട്ടെന്ന് തോന്നിയതായിരുന്നു. അതായത് എല്ലാം അവർക്ക് ഒരു ഹാബിറ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ അത് നാളെ അത് വേണ്ടാന്ന് പറഞ്ഞാലും അവർക്കൊന്നും പറ്റാറില്ല. അപ്പോൾ അങ്ങനെയുള്ളവരും അങ്ങനെ പഞ്ചഭൂതങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരാണ് സ്ഥിതപ്രജ്ഞർ എന്ന് പറയും. സ്ഥിതപ്രജ്ഞർ, ഓക്കെ. പരമഹംസന്മാർ, സ്ഥിതപ്രജ്ഞന്മാർ, ഇവരൊക്കെ ആ വാക്കുകളെ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളുടെ ഇൻട്രാക്ഷന് പിടിയിൽ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെട്ടവരാണ്. അവരുടെ ശരീരം പഞ്ചഭൂതാത്മകം തന്നെയാണ്, അല്ലാന്നല്ല പറഞ്ഞത്. അവർ പൂർണ്ണമായിട്ട് രക്ഷപ്പെടുക അതിൽ നിന്ന് ശരീരവും മോചനം വരുമ്പോഴേ ഉള്ളൂ. ആ പിടിയിൽ കിടക്കണ കാലമാണ് നമ്മുടെ പ്രാരബ്ധകാലം. പ്രാരബ്ധ കർമ്മം അതാണ്. അവിടെ കിടന്ന് പഞ്ചഭൂതങ്ങളുടെ പിടിയിൽ കിടന്ന് അത് തരുന്ന സുഖദുഃഖങ്ങളെ അനുഭവിച്ച് തീർക്കലാണ് നമ്മുടെ പ്രാരബ്ധം. പഞ്ചഭൂതങ്ങളെ കർമ്മത്തിൽ കൊണ്ടു കെട്ടാൻ പറ്റും, കർമ്മസിദ്ധാന്തത്തിൽ ഗംഭീരമായിട്ട് കൊണ്ടു കെട്ടാം. ഇപ്പം ജ്യോതിഷത്തിൽ കെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും കർമ്മസിദ്ധാന്തത്തിൽ കെട്ടണമല്ലോ.